അപ്പോൾ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ വീട്ടുമുറ്റത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നു, പിന്നെ തൊണ്ടയിലൂടെ കരകരപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ എനിക്ക് എല്ലാ ചെടികളെ പേരൊന്നും എനിക്കറിയില്ല, ചില കുഞ്ഞു കുഞ്ഞു ചെടികളെ പേര് എനിക്കറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മമ്മ നട്ടുപിടിപ്പിച്ച ഓരോ ചെടികളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു തലക്കുന്നാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ അമ്മമ്മ ഇവിടുത്തെ എല്ലാ ചെടികളും എൻ്റെ അമ്മമ്മയാണ് എല്ലാതും നടാറുള്ളത്. പിന്നെ ഞങ്ങൾക്കൊക്കെ എൻ്റെ അമ്മക്ക് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മച്ചി ഫാഷൻ ഡിസൈനറല്ലേ. അപ്പോൾ എനിക്കറിയ സ്കൂളുണ്ട്, പിന്നെ എനിക്കല്ലേ അമ്മമ്മ ഉണ്ടാവുക. അപ്പോൾ ഉമ്മമ്മ വെറുതെ ഇരിക്കുമ്പോഴും ഉമ്മമ്മക്ക് തോന്നണം. അപ്പോൾ ഇങ്ങനെ ഓരോ ചെടികൾ നടും. ഉമ്മമ്മക്ക് ചെടി എന്ന് പറയുന്നത് ജീവൻ്റെ ജീവനാണ്. അപ്പോൾ ഉമ്മമ്മ അങ്ങനെ നടും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് പേരമരം ഉണ്ട്. അപ്പോൾ ഇതിന്മേ ഒരു പ്രാവശ്യം നിറയെ പേരുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടേക്ക് വെട്ടിയിരിക്കുന്നത്. ഇവിടെ വെട്ടി അവിടെയും വെട്ടി. അപ്പോൾ അവിടെയും വെട്ടിക്കൊണ്ട് അപ്പോൾ അവിടെ വെട്ടിയപ്പോൾ കായ പോയി. പിന്നെ എങ്ങനെ ആയിട്ടോ മരം ഇതൊന്നും അല്ലായിരുന്നു. കുറേ മുമ്പ് കേട്ടോ നിറയെ ഇലകളും കായകളും ഉണ്ട്. അത്ര കുഴപ്പമുണ്ടാവുന്നുണ്ട്. അത്ര ചെറുതായിട്ട് കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ചെടികളൊന്നും പേരൊന്നും എനിക്കറിയില്ല. ഇതറിയാം, ഇതിൻ്റെ പേര് ചെമ്പരത്തിൻ്റെ കൊമ്പ്. ഇതൊന്നും എനിക്കറിയില്ല. ഇത് പറഞ്ഞ ബുഷിൻ്റെ ഇതിൻ്റെ പേര് ബുഷ് തന്നെ. ഒരിടത്ത് കുത്തിച്ചിട്ട് പടർന്ന് വെക്കും. പിന്നെ ഇത് പറഞ്ഞത് തെങ്ങാണ് കേട്ടോ. ഈ കുഞ്ഞ് തെങ്ങുമ്പോൾ നിറയെ തെങ്ങുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ആകെ അറിയണ പേര് ചെടിൻ്റെ പേര് ആകെ 2-3 അറിയുള്ളൂ എനിക്കിപ്പോൾ. പിന്നെ ഇതൊന്നും അറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. ഇതറിയാം, ഇത് റോസാപ്പൂവാണ്. പിന്നെ ഇതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ. ഇവിടെ പൂ അങ്ങനെ ഇടാറില്ല, ഫുൾ ഇലകളായിരിക്കും. പിന്നെ ഇത് നമ്മൾ അത്തിമരം കേട്ടോ. ഇത് വെട്ടിയപ്പോൾ ആകെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഇവിടെ ആകെ ചെതലാണ്. കാണിച്ചു തരാം. ഇതൊന്നുമല്ലേ പക്ഷെ ചെതലൊന്നുമില്ല. അപ്പോൾ ചെതൽ കൂടിക്കണം. അപ്പോൾ രാവിലെ ഇവിടെ വന്ന് നോക്കി നിറയെ പക്ഷികളുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ചെതൽ ഇങ്ങനെ കഴിക്കാൻ വരും കേട്ടോ. എന്താ ഗൈസ്, ചെതൽ കഴിക്കാൻ പക്ഷികളിങ്ങനെ ഇവിടെ വന്നിരുന്ന് അങ്ങനെ കഴിക്കും. ഇതിൻ്റെ പേരിപ്പെന്താ, എന്തോ മൾബറിൻ്റെ ഇലയാണിത്. ഇതിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല കേട്ടോ ഗൈസ്. നമ്മളെ റംബൂട്ടാൻ്റെ മരമാണ്. ഇതാകെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറേ മുന്നേ ഞാൻ ഇതിൻ്റെ മക്കളെ എന്ന് പറഞ്ഞാണ്ട് ഇതിൻ്റെ ഒരു ബക്കറ്റ് നിറയെ റംബൂട്ടാൻ നമുക്ക് തന്നിരുന്ന മരമാണ്. പക്ഷെ ആകെ ഇലകളൊക്കെ പോയിട്ട് സങ്കടമാവുന്നുണ്ട്. ഇവിടെ നമ്മളെ പൂച്ചണ്ട് കേട്ടോ. ഇപ്പോൾ വരും. ഇവിടെ വാ, ഇപ്പോൾ വരും. വരുന്നുണ്ട്. ഇവിടെ വാ, ഓടി വാ. എന്തൊക്കെ വർത്താനം. ഓക്കെ, അപ്പോൾ നമ്മൾ
പൂച്ചക്കുട്ടികൾക്ക് പാലെടുക്കാൻ പോയിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വിളിച്ചത്. സോറി ഒഴിഞ്ഞിരുന്നോ. കുളിച്ചു. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പേരില്ലാത്ത പൂച്ചയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് നമ്മൾ എന്താ പറയുക, വായിലൊക്കെ പുണ്ണുണ്ടായാൽ കഴിക്കുന്ന സാധനമാണ്. നടക്കെ പതിനൊന്നാവൂല. ഈച്ചേ ഒഴിഞ്ഞാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ കിടന്ന് നമുക്ക് മനസ്സിലാക്കാം പൂച്ചക്ക് ഒഴിഞ്ഞു കൊടുക്കണം. ഞാൻ അങ്ങനെ ചേലാക്കിയിട്ടുണ്ട് ആ പൂച്ചനെ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു മിനി വ്ലോഗ്, നമ്മളെ മുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ ചെറിയൊരു മിനി വ്ലോഗ്. നമ്മളെ പൂച്ച. അപ്പം അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും വരാം. ബൈ.